കൂട്ടുകാരെ നമസ്കാരം, കസിംബായി ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വീട്ടിൽ നിന്ന് പേരാവർക്ക് പോകുന്ന കുറച്ച് സീൻസ് ഒക്കെ കേട്ടോ ഇന്നത്തെ കുഞ്ഞു മിനി ബ്ലോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ നിന്ന് പേരാവൂരിലോട്ട് പോണേ രണ്ട് മാർഗമുണ്ട്. ഞങ്ങൾക്ക് എളുപ്പത്തിൽ പോകണേ ഞങ്ങൾ ആർലഫാം വഴി ഭയങ്കര ഷോർട്ടായിട്ട് പോവാട്ടോ. പക്ഷെ ആർലഫാം വഴി പോണേൽ നമുക്കൊന്നെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി വേണം, അല്ലെങ്കിൽ നമ്മൾ ഓട്ടോ വിളിച്ച് പോകണം കേട്ടോ. അപ്പൊ ബസ്സിന് പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇരുട്ടി ചെന്ന് ഇരുട്ടിന്ന് പിന്നെ വിളക്കോട് അതുപോലെ തന്നെ നമ്മളെ കാക്കയങ്ങടക്ക് വഴി ചുറ്റിക്കറങ്ങി വേണം നമ്മള് പേരാവൂരിലോട്ട് എത്താൻ കേട്ടോ. പക്ഷെ അത്ര സമയമൊന്നും പറയാനില്ല, ഒരു മൊത്തത്തിൽ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ പേരാവൂർ എത്തും കേട്ടോ. കാരണം ഞാൻ കൂടുതൽ ഇങ്ങനെയാണ് പോകുന്നത്. പിന്നെ എന്തെങ്കിലും ഐറ്റം സാധനങ്ങളൊക്കെ കൂടുതൽ കൊണ്ടാകാനൊക്കെ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോ വിളിക്കും. ഓട്ടോയ്ക്കാണ് 400 രൂപ മതി കേട്ടോ നമുക്ക് അവിടെ വരെ പോണേല്. അങ്ങനെ പേരാവൂർ എത്തിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കയറുന്ന ഒരു ബേക്കറിയിലോട്ട് കയറിയിട്ടുണ്ട്. ഇതവിടെ A1 ബേക്കറി ആട്ടോ. അവിടുത്തെ ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ബേക്കറി സാധനം മേടിക്കുന്ന ഒരു ബേക്കറിയാണ് അവിടെ A1 ബേക്കറി പേരാവൂര്. എന്ത് പറയാനാ മക്കളെ, എപ്പോഴും ഞാൻ എനിക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ എപ്പോഴും ഫ്രഷ് സാധനങ്ങൾ കേട്ടോ. കാരണം നല്ല തിരക്കുള്ള ബേക്കറി ആണ്ട് നമുക്ക് എപ്പോഴും നല്ല ഫ്രഷ് സാധനങ്ങൾ അവിടെ കിട്ടുള്ളൂ. ആ മിച്ചറാണെങ്കിലും ഒരുപാട് എന്ത് കേക്ക് ആയിക്കോട്ടെ, ഏത് സാധനങ്ങൾ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹലുവ, എല്ലാ ഐറ്റംസും ഉണ്ട് ബേക്കറിയിലുള്ള ഐറ്റംസ്. അപ്പൊ പിള്ളേർക്ക് വേണ്ടി കുറച്ച് സ്നാക്സ് ഒക്കെ സ്ഥിരമായിട്ട് ഞാൻ ഇറങ്ങുന്ന ദിവസം ഞാൻ മേടിക്കുന്ന അവിടുന്ന് കേട്ടോ. പിന്നെ അവിടുത്തെ 2 ചേട്ടന്മാരെ 2 പേരും നല്ല പെരുമാറ്റാണ് കേട്ടോ. അത് തന്നെയല്ല ഏറ്റവും വലിയ കാര്യം. നമ്മൾ അറിയാണ്ട് നമ്മള് ബേക്കറിലോട്ട് ചെന്ന് പിന്നെ സാധനം മേടിച്ചു പോകും അവരുടെ ചിരിയെല്ലാം കാണുമ്പോ. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോ സന്തോഷ വാർത്ത, നമ്മള് കുഞ്ഞിപ്പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വയനാട്ടിൽ നിന്ന് വന്ന കേട്ടോ അവര്. അളിയന്റെ ഇളയ മോളാണ് അവള്. ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്. കാരണം ചെറുപ്പത്തിലൊന്ന് കണ്ട, ചെറുപ്പത്തിൽ പറഞ്ഞാൽ വെറും 40-ാമത്തെ ദിവസം കണ്ട കേട്ടോ. അപ്പൊ അവളെ കണ്ടു. അത് വലിയ സന്തോഷമായിരുന്നു ഇപ്രാവശ്യം പോയപ്പോ. അങ്ങനെ ശിവമോന്റെ മുടി വലുതായിട്ട് വളർന്നപ്പോ ഞങ്ങൾ അവന്റെ മുടി വെട്ടാൻ വേണ്ടി പോയത് കേട്ടോ. കൂടെ ഷിഫാനയും വന്നു. കാരണം അവർക്ക് എന്തെല്ലോ പുസ്തകങ്ങളോ ബുക്കുകളോ ക്രാഫ്റ്റ് ഐറ്റംസോ പിന്നെ ചെരുപ്പൊക്കെ വാങ്ങണം പറഞ്ഞിട്ട് അവളും കൂടെ വന്നു. അങ്ങനെ അതെല്ലാം മേടിച്ചിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ചായ കുടിക്കാൻ കയറി കേട്ടോ. ശിവമോൻ ഒരു പൊറോട്ടയും കടലക്കറി കേട്ടോ തട്ടുന്നേ. ഞാൻ ചായ കുടിച്ചോളൂ. പക്ഷെ ഒന്നും തിന്നാണ്ട് ഒരാൾ ഇരിക്കുന്നുണ്ടാ. ഇവക്ക് ഇങ്ങനെ തന്നെ ഒരു ചൂടുവെള്ളം മാത്രം അവള് കുടിച്ചോളൂ. ചായയും കുടിക്കില്ല, കടിയും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ പേരാവിടുന്ന് ഞങ്ങള് വന്നിട്ട് പിന്നെ മോളെ കളിപ്പിക്കലായിട്ടോ. അവളെ സൈക്കിളിൽ ചിപ്പൂട്ടിനെ സൈക്കിളിൽ ഇരുത്തിട്ട് ചിപ്പോൻ ഇങ്ങനെ ഉന്തി കൊടുക്കാട്ടെ. അവൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ചിപ്പോന് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു അവക്ക്. ഞങ്ങളുടെ അടുത്തോട്ട് അങ്ങനെയൊന്നും വരുന്നൊന്നുമില്ല. ഈ ഒരു പൂവ് ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ഇത് വെളുത്തുള്ളിച്ചെടീന്റെ പൂവാണ് കേട്ടോ. അപ്പൊ ആ വെളുത്തുള്ളിച്ചെടീന്റെ പൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നല്ലൊരു ചെടിയാണ്. ഈ പാമ്പ് വരാണ്ടിരിക്കാനൊക്കെ നല്ല കേട്ടോ. കിസ പറഞ്ഞ മുറ്റത്തോടൊക്കെ കോഴികളെല്ലാം വട്ടം കൂടി എന്നല്ലോ കുശൂഷിക്കുന്നുണ്ട് കേട്ടോ. എന്നെ കണ്ടിട്ട് എന്തല്ലോ അവർ പരസ്പരം പറയാ ഇപ്പം വന്നിട്ടുണ്ടെന്നൊക്കെ ആയിരിക്കും വേണേ പറയുന്നത്. അപ്പൊ അങ്ങനെ അതാട്ടോ ആ ചെടി. അപ്പൊ ഇതാ നമ്മുടെ പെമ്മത്തിയേട്ട പച്ചക്കറിയൊക്കെ ഉഷാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളുടെ ഊഞ്ഞാലാടുന്നുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ആ ലൈക്ക് ബട്ടൺ അമർത്തിയിട്ട്